ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടൂറിസ്റ്റ് വില്ലയിൽ നിന്ന് ശ്യാമ കാറിൽ കയറാൻ കേട്ടോ. പിന്നീട് ശ്യാമ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. സുസ്മിതയാണ് തന്നെ കെണിയിലാക്കിയത് എന്ന് ഓർക്കുമ്പോൾ ശ്യാമക്ക് മുന്നിൽ വേറൊരു ബുദ്ധി തെളിയാണ് കേട്ടോ. ഇതേ സമയം രോഹിത് കയറുന്നുണ്ട്. ഈ സമയം ശാലിനിയും വിഷ്ണു ഇനി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് അവരും കാറിൽ കയറാൻ കേട്ടോ. അങ്ങനെ അവർ യാത്രയാവാണ്. എന്നാൽ പങ്കജം തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കണം, അതിന് പറ്റിയ ചാൻസ് ഇപ്പോൾ ഇത് തന്നെയാണ്. സത്യഭാമ ഒറ്റക്കാണ്, അവരുടെ മുന്നിലോട്ട് അങ്ങ് പോവാം എന്ന് കരുതിയിട്ട് ലൈം ജ്യൂസുമായി അങ്ങ് ചെല്ലാണ് കേട്ടോ. സത്യാമ്മ എന്ന് പറഞ്ഞ് ഈ ലൈം ജ്യൂസ് ഇതാ എന്ന് പറയാൻ കേട്ടോ. അപ്പം അങ്ങനെ അത് കൊടുത്തോടെ തന്നെ സത്യാമ്മ അത് വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ സത്യാമ്മ, എനിക്ക് സത്യാമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, ഞാൻ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരത്തെ വന്ന ആ സ്ത്രീ ആരാ? നീ ഇവിടെ വേലക്ക് വന്നതാ അതോ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കലാണോ? ഇത് തന്നെയാണ് സത്യാമ്മ എനിക്കും പറയാനുള്ളത്. ഞാനത് ചോദിക്കുമ്പോൾ സത്യാമ്മ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്ന് ആ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ വാക്കുകളിൽ ചില സത്യങ്ങളുണ്ട്. അതെന്താ നീ അങ്ങനെ പറയാൻ? എനിക്ക് വേണമെങ്കിൽ സത്യാമ്മ പറയുന്നത് പോലെ ഇവിടുത്തെ വീട്ടുവേല ചെയ്ത് നിങ്ങളുടെ പൈസയും പറ്റി ജീവിച്ചാൽ മതി. പക്ഷേ സത്യാമ്മ എല്ലാവരും കൂടി കബളിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയത് കൊണ്ട് പറഞ്ഞതാ. എന്താ നീ പറഞ്ഞു വരുന്നത്? ഉടൻ തന്നെ പറയും, അതെ, ഇവിടെ നിൽക്കുന്ന ശ്യാമയും രോഹിത്തും ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇന്നും വഴക്കുണ്ടായത് കൊണ്ടാണ് ഷാനിയും വിഷ്ണുവും കുഞ്ഞും കൂടി അവരെ പുറത്തോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയാൻ. അപ്പോൾ അത് കേൾക്കുന്ന സത്യമ്മ ആകെ ഞെട്ടാണ്. എന്താ നീ പറയുന്നത്? ഞാനിവിടെ വന്നത് മുതൽ അവരെ ശ്രദ്ധിക്കുന്നു. അവരെപ്പോഴും വഴക്കിട്ടിട്ടാണ്. ഷാലിനി കുഞ്ഞും വിഷ്ണു കുഞ്ഞും അത് മറക്കാൻ ശ്രമിക്കുന്നു, അത്ര തന്നെ. സത്യമ്മ ഈ വിവരം അറിയുന്നില്ല. ഷാമയും രോഹിത്തും നല്ലൊരു ജീവിതമല്ല എന്നൊക്കെ പറയുന്നത് രാഘവൻ കേട്ടുവരാൻ കേട്ടോ. അങ്ങനെ രാഘവൻ പങ്കജം എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ പങ്കജം ഇങ്ങനെ പേടിച്ച് നിൽക്കണം കേട്ടോ. ഈ സമയം നിനക്ക് ശരിക്കും വീട്ടിലെ വേലയാണോ അതോ മറ്റുള്ളവരുടെ ഏഷണി പരദൂഷണം പറഞ്ഞു കൊടുക്കലാണോ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയും, അവൾ പറയുന്നത് പറയട്ടെ, അവൾ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കും കൂടി അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട്, അല്ല, ഞാൻ പറയുന്നതിൽ നിങ്ങളൊക്കെ ഈ വീട്ടിൽ വഞ്ചിക്കപ്പെടുക എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് സത്യാമ്മ മാത്രമേ വഞ്ചിക്കുന്നുള്ളൂ. ഈ നിൽക്കുന്ന രാഘവൻ സാർ പോലും ഈ സത്യം അറിയാമെന്ന് പറയുമ്പോൾ, അയ്യോ ബാമ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയട്ടോ. ആ സമയം രാഘവനെ അങ്ങ് പ്രതിയാക്കുമ്പോൾ രാഘവൻ പെട്ടെന്ന് പേടിച്ചു പോവാണ്. ഇതേ സമയം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ കുട്ടി ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല ഞാൻ. ശ്യാമ ഏത് സമയത്തും ദേഷ്യവും സങ്കടമാണ് അതിൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ സത്യഭാമ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം കേട്ടോ. കാരണം അന്ന് ആ പൂജയ്ക്ക് ആനയെ തടിയെടുക്കാൻ പിടിക്കുന്നത് പോലെയുള്ള ആ പറച്ചിലൊക്കെയാണല്ലോ അന്ന് ആ പൂജയുടെ സമയത്ത് ശ്യാമ രോഹിത്തിൻ്റെ കൈകളിൽ കെട്ടാനും രോഹിത്ത് തിരിച്ചു കെട്ടാനൊക്കെ ഷാലിങ്ങനെ നിർബന്ധിച്ചും കൊണ്ടിരിക്കുന്ന ആ രംഗം ഓർക്കുന്നു. എന്നാൽ പിന്നീട് ആ കയ്യിൽ കെട്ടിയ ചരട് വലിച്ചു പൊട്ടിക്കുന്ന ആ രംഗം ഓർക്കുന്നു. പിന്നീട് ഇവിടെ ചിക്കൻ ബിരിയാണി ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ ആ ഒരു രംഗം ഓർക്കുന്നു. ഒക്കെപ്പാടെ ഓർക്കുമ്പോൾ അതിലൊരു സത്യമുണ്ട് എന്നുള്ളത് സത്യഭാമക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സത്യഭാമക്ക് അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാവാണ്. എന്നാൽ ഈ സമയം ശാലിനി ആണെങ്കിലോ ശ്യാമയോട് പറയാണ്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെന്ന് ശ്യാമയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശ്യാമ പല കണക്ക് കൂട്ടലുകളും മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ഫോൺ എടുത്ത് എന്താണ് എൻ്റെ ഫോണിന് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ആ ഒരു വേവലാതിയോടുകൂടി യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഈ സമയം സത്യാമ്മയുടെ വീട്ടിലെത്തി ശാലിനിയും വിഷ്ണുവും ഇറങ്ങുകയാണ്. അങ്ങനെ ശ്യാമയോട് ചെന്നിട്ട് പറയാണ്, മോളെ, നീ ജീവിതം തകർക്കരുത്, നീ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ആർക്കും മുന്നിൽ അങ്ങനെ അഭിനയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളതുപോലെ കാണിക്കാനേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ. പിന്നീട് ഇവർ 4 പേരും അകത്തോട്ട് കയറി പോകുമ്പോൾ സത്യാമ്മ ചോദിക്കും, വിഷ്ണു നീ എങ്ങോട്ടാ പോയിരുന്നത്? അതെ അമ്മേ, ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കാറ്റുകൊള്ളാൻ പോയതാണ്. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ്. അതെന്താ ബോറടിക്കാൻ കാരണം? അല്ല, അതൊന്നുമല്ല, ഇവർ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സത്യഭാമക്ക് ആ വാക്കുകളിൽ ഒരു പൊരുത്തക്കേട് തോന്നാനുണ്ട്. അങ്ങനെ സത്യഭാമ പറയും, രോഹിത്, ഞാൻ നിന്നോട് ചില കാര്യം ചോദിക്കട്ടെ, നീ ശ്യാമയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവിടെ ചോദിക്കുമ്പോഴേക്കും ശ്യാമ ആ ഒരു ചോദ്യം കേട്ടപ്പോഴേക്കും രോഹിത് ശ്യാമയോട് സ്വകാര്യമായി പറയാണ്, എല്ലാം തീർന്നില്ലേ, ഇനി നിനക്ക് മനസ്സമാധാനമായില്ലേ, ഇനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതോടുകൂടി എല്ലാം തീരാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രകടനം ശ്യാമ നടത്തുന്നത്. സത്യഭാമ രോഹിത് എന്നുള്ള വിളിക്കുമ്പോഴേക്കും ശ്യാമ, എന്താ രോഹിത്തേട്ടാ ഇങ്ങനെ ഒരു സ്വകാര്യം പറിച്ച് അത് എല്ലാവർക്കും മുന്നിൽ ഇപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നങ്ങ് പറയുമ്പോൾ ആകെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ രോഹിത് തന്നെ കിളിപോയി നിൽക്കണം കേട്ടോ. അങ്ങനെ ശ്യാമ തല താഴ്ത്തിയും കൊണ്ട് ഓടിപ്പോവാണ് കേട്ടോ. വളരെ നാണത്തോടു കൂടി അങ്ങ് ഓടിപ്പോവാണ്. ഈ സമയം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ വിഷ്ണു കിളി പോയതുപോലെ നിൽക്കുന്നു. ശാലിനി അതുപോലെ തന്നെ. ഇതിനിടയ്ക്ക് ഇപ്പോൾ എന്താ ഇവർക്കിടയിൽ സംഭവിച്ചത്? ഒന്നും
ഒന്നും അറിയാതെ ആകെ കിളിപ്പോയി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്. എന്നാൽ ഈ സമയം സത്യഭാമ എന്താ രോഹിത് എന്താടോ എന്താണ് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്ക് രാഘവൻ പറയും, ഭാമേ മതി നിന്റെ ചോദ്യവും പറച്ചിലും നിർത്ത്. ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കും ഒരു വധുവരന്മാർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും, അത് ഞാൻ നിന്നോട് പറയണോ എന്ന് പറയുമ്പോഴായിരിക്കൂട്ട സത്യഭാമയുടെ തലയിൽ വെളിവ് വരുന്നത്. അങ്ങനെ സത്യഭാമ ഷേ എന്ന് പറഞ്ഞ് സത്യഭാമ നാണത്തോടു കൂടി അവിടെ അങ്ങ് ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം ശാലിനിയും വിഷ്ണുവും അങ്ങ് അഭിനയിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ അക്കാര്യത്തിൽ ഒരു കുറവുമില്ലല്ലോ. അങ്ങനെ വിഷ്ണുവും സത്യഭാമക്ക് മുന്നിൽ അങ്ങ് നാണത്തോട് ശരിയാ അച്ഛാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷ്ണുവും ശാലിനി അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലോ പിന്നീട് എന്താ ഇപ്പം ഞാൻ കാണിച്ചത്, അവരോട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ സത്യഭാമ നാണം കെട്ടി തലതാത്തിക്കുമ്പോൾ അവിടെ പങ്കജം വീണ്ടും വാക്കുകൾ കൊണ്ട് സത്യഭാമയെ വീഴ്ത്താൻ നോക്കാൻ കേട്ടോ. അതെ സത്യാമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതൊക്കെ ഇവരുടെ അഭിനയമാണ്, ഇത് വെറുതെ ഇവർ കാട്ടിക്കൂട്ടുന്ന അവർ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പങ്കജത്തിൻ്റെ കരണം നോക്കിയിട്ട് അങ്ങ് കൊടുത്തിട്ട് മര്യാദക്ക് പോടി കിച്ചണിൽ ഇനി നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ പങ്കജത്തിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പങ്കജം അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലോ മക്കളെ ഇങ്ങനെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരു വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ സമയത്ത് അവരുടെ ഇടയിൽ ഞാനൊരു എന്നുള്ള ആ ഭാവത്തിൽ സത്യഭാമ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ക്ഷാമയാണെങ്കിലോ റൂമിൽ ചെന്ന് വളരെ കുറ്റബോധം കൊണ്ട് വളരെ ദയനീയമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും രോഹിത്തിൻ്റെ കയറിവരവ്. അങ്ങനെ രോഹിത്ത് ഒരു പാവമാണ്, അവൻ്റെ മനസ്സിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രോഹിത്ത് ക്ഷാമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ക്ഷമ നീ താഴെ നിന്ന് എന്താ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ വളരെ താഴ്ന്നു കൊടുന്ന് രോഹിത്ത് ശ്യാമയോട് ചോദിക്കാൻ കേട്ടോ. ഉടൻ തന്നെ ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ ശ്യാമ അങ്ങ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുമ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കൈകളിൽ അങ്ങ് രോഹിത്ത് പിടിക്കുന്നതിനോടുകൂടി രോഹിത്തിൻ്റെ കൈ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട്, എടോ തനിക്ക് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുകയാണോ, എന്താണെങ്കിലും ഞാൻ തന്നോട് പറഞ്ഞു തരാം. ഇത്രയും എനിക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, നീ എന്നെ മനഃപൂർവ്വം ലൈം ജ്യൂസിൽ എന്തൊക്കെ കലക്കി നീ എന്നെ ആ ഹോട്ടൽ റൂമിൽ കിടത്തി നീ ഫോട്ടോ എടുത്തു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ബാക്കി സുസ്മിതയുടെ കളിയുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ രോഹിത് പറയും, ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായില്ലേ. ഉടൻ തന്നെ ക്ഷമ പറയും, ഇപ്പോൾ മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് എൻ്റെ ജീവിതം മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ കരുവാക്കി കളിച്ചതാണെന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയാം കേട്ടോ. എന്താ ക്ഷമ നീ പറയുന്നത്, നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണ്ട. ഉടൻ തന്നെ പിന്നെ ഞാൻ എങ്ങനെ പറയണം, പിന്നെ നീ താഴെ വെച്ച് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോഴായിരിക്കട്ടെ ക്ഷാമയുടെ ഉള്ളിലുള്ള ആ കുനിഷ്ട ബുദ്ധി പുറത്തോട്ട് വരുന്നത്. ക്ഷാമ പറയുന്നത്, അതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും മുന്നിൽ ഇനി ഞാൻ നാടകം നടിച്ചും കൊണ്ട് തന്നെ ജീവിക്കും, പക്ഷെ നിങ്ങളുമായുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആരുമായിട്ടാണ് നീ ജീവിതം ആഗ്രഹിക്കുന്നത്, ദീപക് വരും, എന്നെ വിളിക്കാൻ ദീപക് വരും, ദീപക്കുമായാണ് ഞാൻ ഇനി ജീവിക്കുന്നത്, അവൻ വരുന്ന അന്ന് വരെ നമ്മൾ തമ്മിൽ ഈ നാടകം തുടരുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് പോവാണ് കേട്ടോ. രോഹിത്തിനെ അങ്ങ് തള്ളിവിടണം കേട്ടോ. അങ്ങനെ രോഹിത്ത് പുറത്ത് നിന്നിട്ട് വളരെ ദയനീയമായി, ഞാനൊരു തെറ്റും ചെയ്യാതെ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന എന്തിനാ ശ്യാമ എന്ന ഭാവത്തിൽ ഇങ്ങനെ രോഹിത്ത് ഇങ്ങനെ നിറകണ്ണുകളോടുകൂടി നോക്കി നിൽക്കുമ്പോൾ ശ്യാമ വന്നിട്ട് ആ ഡോറങ്ങ് മുഖത്തോട്ട് അടക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ രോഹിത്തിൻ്റെ നെഞ്ചു പൊടിയാണ്. എന്നാൽ ഈ സമയം ശാലിനിയാണെങ്കിലോ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടാ അവളുടെ ഈ കാട്ടിക്കൂട്ടൽ ഇതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നിയോ? ഇല്ല, എനിക്കറിയാം ഇതവൾ നാടകമാണ്, അമ്മക്ക് മുന്നിൽ നാടകം നടത്തിയിരിക്കുകയാണ്. ഇനി അവളുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരിക്കും ആർക്കറിയാം, അവൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് പേടിയാവുന്നു, എനിക്ക് എന്നെക്കുറിച്ചല്ല വേവലാതി, എൻ്റെ വിഷ്ണുവേട്ടനെ കുറിച്ചാണ് എൻ്റെ വേവലാതി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ വിഷ്ണുവേട്ട ഒറ്റക്കായി പോവില്ലേ എന്നൊരു ടെൻഷനാണ് എൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരി ആ സുസ്മിതയാണ്. ഉടൻ തന്നെ ഷാലി പറയും, ശരിയാണ് ആ സുസ്മിതയാണ്, അവരെന്തൊക്കെയോ പുറത്തു നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാളെ അവർ ക്ഷാമയും രോഹിത്തും വിവാഹ ജീവിതം നമ്മളാണ് ഇങ്ങനെ ആക്കി തീർത്തത് എന്ന സത്യം അവർ തെളിയിക്കുകയും പിന്നീട് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതും പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. അതോടുകൂടി ഈ വീടിൻ്റെ പടി നമ്മൾ ഇറങ്ങും എന്ന് പറയുമ്പോൾ ഇതിനൊരേ ഒരു വഴിയുള്ളൂ, ആ സുസ്മിത എന്ന രാക്ഷസിയെ വീഴ്ത്തണം, അതേ ഇതിനൊരേ ഒരു വഴിയുള്ളൂ, അതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ ശാലിനി. എങ്ങനെ വീഴ്ത്താൻ കഴിയും, അത് പറ്റും,
അതിനാണ് ജഗദീഷ് ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവൻ വിചാരിച്ചല്ലോ ഇത് നടക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ജഗദീഷിനെയാണ് കാണിക്കുന്നത്. അയാൾ വലിയൊരു ഹോട്ടലിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അയാളുടെ ഒപ്പമുള്ള ആൾ പറയാണ്, എടാ നീ എന്തിനാണ് ഈ പൊട്ടത്തരം ചെയ്യുന്നത്? ഇത്രയും വലിയൊരു ഹോട്ടൽ, ഇതിൻ്റെ ബാക്കിൽ എത്ര പൈസയാണ് നീ ഇറക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? സുസ്മിതയ്ക്ക് വേണ്ടി. ആ പെണ്ണ് ഇവിടെ എത്തുമോ? അന്ന് എത്തിയതുപോലെ ഇന്ന് എത്തും തോന്നുന്നുണ്ടോ? എടോ, അന്നും അവളെ എത്തിച്ചത് അവളുടെ കൂട്ടുകാരി ശ്രേതയാണ്. അവൾ ഇന്നും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ നീക്കങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത് ശ്രേതയാണ്. അതുകൊണ്ടാണ് ഞാൻ പൈസ ഇറക്കുന്നത്. അല്ലേ, നീ ഒരു തറയാണ്. ഈ തറയായ ഹോട്ടലിൻ്റെ റെൻറ്റ് കൊടുക്കണം, മുറ്റത്ത് കിടക്കുന്ന കാറിൻ്റെ റെൻറ്റ് കൊടുക്കണം, അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന പിൻഗാമികൾക്ക് റെൻറ്റ് കൊടുക്കണം, എനിക്ക് നീ റെൻറ്റ് തരണം. ഇതിനൊക്കെ എവിടുന്നാണ് നിനക്ക് ക്യാഷ്? അവൾ എത്തിയില്ലെങ്കിൽ നീ തറയായ നിനക്ക് ഈ ഹോട്ടൽ തന്നതിൽ ഇതൊക്കെ ഒരു VIP വരുന്ന ഹോട്ടലാണ്, അല്ലാതെ ഈ തറ പോലെയുള്ള നിനക്കൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എടാ വേണ്ടടാ എന്ന് പറയാം കേട്ടോ. അപ്പോഴായിരിക്കും സുസ്മിതയുടെ കടന്നുവരവ്. അങ്ങനെ സുസ്മിത കാറിൽ വന്ന് ഇറങ്ങാണ്. അങ്ങനെ ശ്രേതയോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാ നീ എന്നെ വിളിച്ചത്? ആവശ്യമുണ്ട്, നീ വാ, നമുക്ക് ഈ ഹോട്ടലിൽ കയറി ഒരു ജ്യൂസൊക്കെ കുടിക്കാം. വേണ്ട, ഒരു ഹോട്ടലിൽ കയറിയതിൻ്റെ ക്ഷീണം ഇപ്പോഴേ മാറിയിട്ടില്ല, ഇനി രണ്ടാമത്തെ ഒരു ഹോട്ടലിൽ കയറാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ, വാടി, നിന്നെ ഇവള് വിളിച്ചതല്ലേ എന്ന് മറ്റൊരു കൂട്ടുകാരി പറയണ്ട. എന്നാൽ ശരി വാ എന്ന് പറഞ്ഞ് ഇവർ ഹോട്ടലിനുള്ളിലോട്ട് കയറുമ്പോൾ പെട്ടെന്ന് ജഗദീഷിൻ്റെ കണ്ണിൽ ഇവളെ കാണാനായിട്ട് സുസ്മിതയെ കണ്ട ഉടനെ അതാ അവൾ വന്നിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ട പണി ചെയ്യുമെന്ന് പറയണ്ട. അപ്പോഴേക്കും അവൻ പറയും, ഞാനെന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ പുറം ആദ്യം മസാജ് ചെയ്യുമെന്ന് പറയണേ. എടാ നീ എനിക്കിട്ട് കൊട്ടുകയാണോ? അതേ, വൻ സ്രാവാണ് എൻ്റെ വലയിൽ വീഴാൻ പോകുന്നത്. അത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നിനക്കും തരണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പുറം മസാജ് ചെയ്യുമെന്ന് പറയണേ. അങ്ങനെ പുറം മസാജ് ചെയ്യാണ്. എന്നാൽ സുസ്മിത വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ജഗദീഷിനെ പുറം മസാജ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയായിരിക്കട്ടെ ഇത് കാണുന്ന. അവർ തമ്മിൽ ഹിമ വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്.